യാത്ര. ഓ ക്ഷീണാവുന്നു. നീ വല്ലതും പറഞ്ഞോ? ചായ പറടാ. ആണോ? എടാ, നാട്ടുകാരുടെ സഹായത്തോടെ പാലം പുനഃസ്ഥാപിച്ചു എന്ന് അധികൃതർ അറിയിച്ചു. ഏലപ്പാറ കൂട്ടക്കൊലക്കേസ് റിപ്പർ രാജേന്ദ്രൻ ജയിൽ ചാടി. ഇന്നലെ വൈകിട്ടോടെയാണ് സംഭവം നടന്നത്. രക്ഷപ്പെട്ടത് തിരച്ചിൽ ഊർജിതമാക്കി. KSEB ബില്ലിൽ വടക്കേറെ മാസം തൊട്ട് 1.5 രൂപ. മോൾ ഓപ്പൺ ആട്ടോ. ഓക്കെ. കാണിക്കുന്നുണ്ടല്ലേ? മടുത്ത മനുഷ്യന്റെ അടപ്പ് തെറിച്ചു.
ഞങ്ങൾ യൂസ് ചെയ്തോളാം. ഡിസൈഡ് ചെയ്തോ? എന്നായിക്കോട്ടെ. ഓ ആകെ മുഷിന്ന് നാറി. ഞാൻ പോയി കുളിച്ചിട്ട് വരാം. പക്ഷെ എന്താ തണുപ്പാലേ. വേഗം പോയി കുളിച്ചിട്ട് വാ. ഡാ വേഗം. എന്താടാ? എടി ഞങ്ങളൊന്ന് പുറത്തു പോയിട്ട് വരാം. ആ സഞ്ജു, ഇന്ന് തന്നെ നമ്മുടെ റിലേഷനെ പറ്റി എല്ലാവരോടും പറയണം കേട്ടോ. ഇനി ഇത് വൈകരുത്. പറയാം, ഇന്ന് തന്നെ പറയാം. ശശിക്ക് ഞാൻ ഓൾറെഡി ഒരു സൂചന കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളവരുടെ അടുത്ത് ഇന്ന് പറയാം. ആടാ പോവാ. ബൈ. എന്താണ് പ്ലാനിങ്? എന്ത് പ്ലാനിങ്? ഒന്നുമില്ലടാ, ഞങ്ങള് ചുമ്മാ. പൊന്നും ഓനെ, വേറെന്തേലും പരിപാടി പ്ലാൻ ചെയ്യണ്ടേ വെറുതെ? ഈ ശശി ഇവിടെ ജീവിച്ചിരിക്കുമ്പോൾ എൻ്റെ ഒരു പരിപാടി നടക്കൂല. നല്ല അസുഖമുണ്ടല്ലേ? ഉണ്ടടാ, നല്ലുണ്ട്. അവന്മാര് പോയോ? ഇപ്പൊ പോയതേ ഉള്ളൂ. ശേ, അല്ല, സാധനം എടുക്കാൻ മറക്കായിരുന്നാ മതിയായിരുന്നു. ആ ഒരു ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ ഓർമ്മ. ഈടാ എന്നും പറഞ്ഞു വൈകുന്നേരം ഗ്ലാസ് കൊടുത്തുണ്ടോ വെള്ളം അടിക്കാൻ? അന്നേരം ഞാൻ പറയാം. അടിച്ചോ? അടിക്കുവാണെങ്കിൽ വലിച്ചു വാരി അടിക്കരുത്. അല്ലെങ്കിൽ അന്നേക്ക് സർപ്രൈസ് കൊടുക്കൽ ഒന്നും നടക്കൂല. വാള് വെപ്പും ഉറക്കം മാത്രമായിരിക്കും. ആ, അങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലേ. എന്നാ ഒന്നോ രണ്ടോ അടിച്ചു നിർത്താം. നിങ്ങൾ എന്താന്ന് വെച്ചാ ചെയ്തോ. റിതി, ദേ നിന്റെ ഫോൺ അടിക്കുന്നു. ദാ വരണു. ഹലോ, ഒരു മിനിറ്റ്. അതെ, എനിക്ക് എല്ലായിടത്തും കൂടി ഒരു കാര്യം പറയണ്ടായിരുന്നു. നല്ലൊരു സമയത്തിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. ഒന്ന് പറയാൻ നാറി. ഞാനും ഋതികയും തമ്മിൽ ഇഷ്ടത്തിലാണ്. എന്താടാ നിങ്ങളൊന്നും പറയാത്തേ? എടാ പന്നി, നീ ഇപ്പോഴെങ്കിലും ഇത് പറഞ്ഞല്ലോ. എടാ, നിന്റെ ഇവളുടെ സ്വഭാവത്തിൽ മാറ്റം വന്നപ്പോ തൊട്ട് ഞങ്ങൾക്കറിയാം. പിന്നെ ഇത് നിന്റെ വായിൽ നിന്ന് കേൾക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇത്രയും കാലം വെയിറ്റ് ചെയ്തത്. എടാ, നിങ്ങൾ ഇതിനെങ്ങനെ എടുക്കുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറയാതിരുന്നത്. മച്ചാനെ, ഈയും പൊളി ഓളും പൊളി. നിങ്ങൾ നമ്മൾ സെറ്റായി, നമ്മൾ ഹാപ്പി. റിതി, നിന്നെ ഞങ്ങൾ കാണാൻ തുടങ്ങിയിട്ട് കുറച്ച് കാലമായി. നിനക്ക് എന്ത് മാറ്റം ഞങ്ങൾക്ക് പെട്ടെന്ന് അറിയാട്ടാ. നീ പറയാതിരുന്നതിൽ വിഷമമുണ്ടെങ്കിലും വി ആർ സോ ഹാപ്പി അബൌട്ട് യു. താങ്ക് യു. നിർത്ത്. ഈ സന്തോഷം നമ്മൾ ആഘോഷിക്കും. അടിച്ചടിച്ച് ആഘോഷിക്കും. മനുഷ്യൻ പേടിച്ചു പോയല്ലോ. ഈ എന്താ ഒരു മാതിരി കള്ളന്മാരെ നോക്കണ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കണ്? അവിടെ ഒരു ശബ്ദം കേട്ടു, അത് നോക്കുമായിരുന്നു. ഈ ശരിക്കും പേടിച്ചല്ലേ? പിന്നല്ലോ, പേടിച്ചു. സോറി. നീ എന്താ ഈ ആലോചിച്ച് കിടക്കുന്നേ? വേദികെ, നമ്മുടെ കൂടെ ഒരു തേർഡ് പേഴ്സൺ ഉള്ള പോലെ എനിക്കൊരു തോന്നൽ.
നീ എന്തൊക്കെയായി പറയുന്നേ? അടിച്ചതിന്റെ ഒരു നാരങ്ങ കഴിക്കുമ്പോഴേക്കും ശരിയാവും. ഞാൻ ചുമ്മാ പറഞ്ഞതല്ല. ഇന്ന് ഈവനിങ് ഒരു സംഭവം ഉണ്ടായി. എന്ത് സംഭവം? ഋതിക, ഋതിക, സഞ്ജു, Happy birthday to you. Happy birthday to you, Hannah. Happy birthday to you. തെണ്ടികൾ എങ്ങനെയാണോ സർപ്രൈസ് തരുന്നേ? ശരിക്കും പേടിച്ചു പോയി. ഹാപ്പി ബർത്ത്ഡേ ടു യു ഡിയർ. Thank you. എന്നാലും ഇത് കുറച്ച് കൂടിപ്പോയി. അത്രയ്ക്കൊന്നും ഇല്ലല്ലോ. ഉവ്വ. എന്താ ലൈറ്റ് ഇടാത്തെ? എടാ കറണ്ട് ഇല്ലായിരുന്നൂടാ. ഹാപ്പി ബർത്ത്ഡേ. പ്ലേറ്റ് ഇല്ലേ സെർവ് ചെയ്യാൻ? എന്തിനാ പ്ലേറ്റ്? കൈ കഴിച്ചാൽ മതി. ഞാൻ പ്ലേറ്റ് എടുത്തിട്ട് വരാം. ഓക്കെ. ഓ, ഒരു പരിഷ്കാരി. ആരാടാ ഞാൻ ഉറങ്ങിക്കൊണ്ടിരുന്നപ്പോ എന്റെ കാല് പിടിച്ചു? ആര് വലിച്ച്? എന്നെ വിളിക്കാന്നപ്പോ നിന്റെ റൂമിൽ സൗണ്ട് കേട്ട് അന്നപ്പോ നീ വരുന്ന കണ്ടപ്പോ ഞങ്ങൾ ഇവിടെ തന്നെ നിന്ന്. അല്ല അപ്പൊ എന്റെ കാല് പിടിച്ച് വലിച്ചാരാ? എടി നിനക്ക് ഇതുവരെ ഇറങ്ങിയില്ല പെണ്ണേ. എന്റെ കാല് പിടിച്ച് വലിച്ചപ്പോഴാണ് ഞാൻ ഞെട്ടി ഉണർന്നത്. നീ വല്ല സ്വപ്നം കണ്ടതായിരിക്കും. നമ്മളല്ലാതെ വേറെ ആരും ഇവിടെ. അതുപോലെ പൂച്ചൻ ചാടിയതായിരിക്കും. ഞാൻ നോക്കിയിട്ട് വരാം. ആ, നീ ഒന്ന് പോയി നോക്കിട്ടോ. കഴിഞ്ഞ ദിവസം ജയിൽ ചാടിയ കൊടും കുറ്റവാളി റിപ്പർ രാജേന്ദ്രൻ മൂന്നാർ ഭാഗത്തേക്ക് പോയിരിക്കുന്നതായാണ് ഒടുവിൽ കിട്ടിയ വിവരം. ആയതിനാൽ മൂന്നാറിലെ ഒറ്റപ്പെട്ട പ്രദേശത്ത് താമസിക്കുന്നവർ സൂക്ഷിക്കുക. മഴ കൊല്ലം, കോട്ടയം,